ഹലോ, അപ്പം നമുക്ക് ഇന്നൊരു എയർലൈൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ്. ഒരു ഡ്രസ്സ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാനിതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുവാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കണ്ടു നോക്കണേ. ഈ ഒരു മെയിൻ ഫാബ്രിക് ഇതാണ്, ഒരു ജോർജറ്റാണ്. ഇതിൻ്റെ ഒരു ഷെയ്ഡ് ഇച്ചിരി മങ്ങിയിട്ടാണ് നിൽക്കുന്നത്. എനിക്ക് അത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചത്. വീഡിയോയിൽ എത്ര ക്ലിയർ ആകുമെന്ന് എനിക്കറിയില്ല മാർക്കിംഗ് ഒക്കെ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഇതിൻ്റെ ഒപ്പമേ. നമ്മളപ്പം ലൈനിങ് പീസിലാണ് ആദ്യം ഞാൻ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത്. ലൈനിങ് ക്ലോത്ത് 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു അളവിൽ ഞാൻ മാർക്ക് ചെയ്ത് ടേബിളിൽ വിരിച്ചിട്ടുണ്ട്. എൻ്റെ ക്യാമറ പൊസിഷനൊക്കെ ഇച്ചിരി പ്രശ്നമുണ്ട്, ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ആണ്. നമുക്ക് പോകെ റെഡിയാക്കി എടുക്കാവേ. ഇത് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുവാണ്. 6.5 ഇഞ്ച്, 6.5 ഇഞ്ച് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. 7 ഇഞ്ചാണ് നമ്മൾ ആം ഹോളിലോട്ട് മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു 6.5 ഇഞ്ച് നമുക്കൊരു 40 ചെസ്റ്റ് സൈസ് വരെയുള്ളവർക്ക് ഈ ഒരു ഷോൾഡർ സൈസ് ഓക്കെ ആയിരിക്കുമേ. ചെസ്റ്റ് റൗണ്ടിനെ ഒരു 8 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 വെച്ച് കൂട്ടിയിട്ട് കിട്ടുന്ന ആ ഒരു നമ്പറാണ് നമ്മൾ ഈ ഒരു ആം ഹോളായിട്ട് എടുക്കുന്നത്. നമ്മളത് കഴിഞ്ഞിട്ട് ചെസ്റ്റ് റൗണ്ടിനെ ഡിവൈഡ് ചെയ്ത് 4 വെച്ച് ഡിവൈഡ് ചെയ്ത് നമ്മളതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് ഒക്കെ കൊടുത്തിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് സിമ്പിളായിട്ട് നമുക്ക് എളുപ്പം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡ്രസ്സാണ്, എയർലൈൻ ഡ്രസ്സല്ലേ. അപ്പം നമ്മൾ അത് ജസ്റ്റ് ഒന്ന് ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും കേട്ടോ, എങ്ങനെയാണ് മാർക്കിങ് സ്റ്റിച്ചിങ് ഒക്കെ വരുന്നതെന്ന്. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മൾ താഴോട്ട് ആം ഹോൾ വരെയുള്ളത് ഒരു 7 എടുത്തത്. അപ്പോൾ അതിൻ്റെ പകുതി 3.5 വെച്ചിട്ട് നമ്മൾ ഒരു സെൻറ്ററിൽ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ചെസ്റ്റ് മാർക്ക് ചെയ്തതിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ആം ഹോൾ ആ ഒരു കുഴിവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കറക്റ്റായിട്ട്. ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വെയ്സ്റ്റ് റൗണ്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഒരു 13.5 ഇഞ്ച് ഇവിടെ എടുക്കുന്നുണ്ട്. നമ്മുടെ വെയ്സ്റ്റ് റൗണ്ട് ഒരു 13.5. ഇച്ചിരി തടി ചെസ്റ്റ് സൈസ് എല്ലാം കൂടുതലുള്ളവർക്ക് ഒരു 14 ഒക്കെ എടുത്താലും കുഴപ്പമില്ല. അവിടെ വെച്ചിട്ട് നമ്മൾ വെയ്സ്റ്റ് റൗണ്ടും കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത്, വെയ്സ്റ്റ് റൗണ്ട് ഇപ്പം നമ്മൾ ചെസ്റ്റ് റൗണ്ട് ആണെങ്കിലും വെയ്സ്റ്റ് റൗണ്ട് ആണെങ്കിലും ഡിവൈഡ് ചെയ്യുന്നത് 4 വെച്ചിട്ടായിരിക്കും. അപ്പം അതിൻ്റെ ഒപ്പം ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ 1/2 ഇഞ്ച് എപ്പോഴും നമ്മളൊരു ചെറിയൊരു അളവ് കൂട്ടിയിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അങ്ങനെ മൊത്തത്തിലൊരു 2 ഇഞ്ച് അവിടെ വരുന്നുണ്ട് നമ്മുടെ സീം അലവൻസിൽ. അതിനുശേഷം നമ്മൾ ആ ഒരു വെയ്സ്റ്റ് റൗണ്ടിൽ നിന്ന് നേരെ താഴത്തോട്ട് നമ്മൾ ആ ഒരു ടേപ്പിനെ വെച്ചിട്ട് നമ്മൾ സ്ട്രെയിറ്റ് അല്ല, നമ്മൾ അറിയാമല്ലോ സൈഡിലോട്ട് ചരിച്ച് വെച്ചിട്ട് ആ ഒരു ഷേപ്പിലോട്ട്, ആ ലൈൻ ഷേപ്പിലോട്ട് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു കട്ടിങ് തന്നെ ഇവിടെ കഴിയുവേ. പിന്നെ വരുമ്പോഴത്തേക്കും താഴെ നമ്മൾ സ്ട്രെയിറ്റായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു നമ്മൾക്ക് എത്ര നീളമാണോ വേണ്ടത് ആ നീളത്തിൽ നിന്ന് ആ അറ്റത്ത് വരുമ്പോഴത്തേക്കും ഒരു 2 ഇഞ്ച് മേലോട്ട് കയറ്റി വെച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ തൂങ്ങി നിൽക്കും. എയർലൈൻ ഡ്രസ്സിൽ എപ്പോഴും വരുന്നൊരു പ്രശ്നം അതാണ്. നമ്മൾ 2 അല്ലെങ്കിൽ 3 ഇഞ്ചായാലും നമ്മൾ മേലോട്ട് കയറ്റി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നിൽക്കുവേ. ഇല്ലെങ്കിൽ അവിടെ എപ്പോഴും താഴോട്ട് തൂങ്ങിയായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ നിന്ന് ടേപ്പിനെ വെച്ചിട്ട് നേരെ നമുക്ക് എത്ര വിരിവ് കിട്ടുന്നോ അത്രയും നീളത്തിലോട്ട് വെച്ചിട്ട് ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എയർലൈൻ ഡ്രസ്സ് നമുക്ക് ഇടാനും കംഫർട്ടബിളാണ്, നമുക്ക് സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും. നമ്മൾ സ്ലിറ്റഡ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് കേട്ടോ ഈ എയർലൈൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മളുടെ വേസ്റ്റിൽ നിന്ന് ആ ഒരു മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഒരു 2 ഇഞ്ച് മേലോട്ട് കയറ്റി സൈഡ് മാർക്ക് ചെയ്ത് മൊത്തത്തിൽ നമ്മളിത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലൈനിങ് ഫാബ്രിക്കിനെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ലൈനിങ് ഫാബ്രിക്കിൽ മെയിൻ ഫാബ്രിക്കിനേക്കാളും ഒരു 2 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ നീളവും എടുത്തിട്ടുള്ളത്. നമ്മളപ്പം മെയിൻ ക്ലോത്തിലോട്ട് ഈ ലൈനിങ് ഫാബ്രിക് വെച്ചിട്ട് ആ ഒരു കറക്റ്റ് നമുക്ക് എത്ര ലെങ്താണ് ടോപ്പിന് വേണ്ടതെന്ന് മാർക്ക് ചെയ്താണ് കട്ട് ചെയ്തെടുക്കുന്നത്. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എത്ര ഇഞ്ചിൽ നമ്മൾ മാറ്റി മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ലൈനിങ് ഫാബ്രിക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ എളുപ്പമാണ്. പിന്നെ ഞാൻ ഈ മെയിൻ ക്ലോത്ത് ആം ഹോളിൻ്റെ സൈഡിലും ഷോൾഡർ സൈഡിലെല്ലാം ക്ലോത്ത് ഇച്ചിരി കൂടുതൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. മെയിൻ ഫാബ്രിക്കിനെ ലൈനിങ് പീസിലോട്ട് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്താൽ മതിയേ. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ മെയിൻ ഫാബ്രിക് ഈ ഒരു തെന്നിപ്പോണ ഫാബ്രിക് ആയതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലോത്ത് എത്താതെ വരും. അതുകൊണ്ടിട്ടാണ് ആ ഒരു ഷോൾഡറിൻ്റെ സൈഡിലും ആം ഹോൾ സൈഡിലെല്ലാം കുറച്ച് ക്ലോത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ സ്ലീവും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ നെക്കിന് വേണ്ട ആ ഒരു ക്യാൻവാസ് ഷീറ്റാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ക്യാൻവാസ് ഷീറ്റ് വെച്ചിട്ട് നെക്ക് ഫിനിഷ് ചെയ്യുവാണെങ്കിൽ നല്ല നീറ്റായിരിക്കുമേ. നമ്മൾ നല്ല
പെർഫെക്ഷൻ ഉണ്ടാവും നമ്മുടെ സ്റ്റിച്ചിങ്ങിൽ. ലൈനിങ് ക്ലോത്ത് വെച്ച് നമ്മൾ തിരിച്ചിടുന്നതിനേക്കാളും ഏറ്റവും നല്ലത് എപ്പോഴും ക്യാൻവാസ് പേപ്പർ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. നമ്മൾ എന്നിട്ട് നെക്കിൻ്റെ വിട്താണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ എനിക്ക് 3.5 ഇഞ്ചാണ് ഞാൻ നെക്ക് വിട്ത്ത് എടുത്തിട്ടുള്ളത്. നമുക്ക് 4 ഇഞ്ചൊക്കെ എടുക്കുവാണെങ്കിൽ നല്ല വൈഡായിരിക്കും. ഇതിപ്പം അധികം വൈഡാവാണ്ടാത്തതുകൊണ്ട് ഞാനൊരു 3.5 ഇഞ്ചിലാണ് നെക്ക് വിട്ത്ത് എടുത്തുള്ളത്. നീളം വരുന്നത് 6 ഇഞ്ചിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കഴുത്തിൻ്റെ ഇറക്കം 6 ഇഞ്ചും എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്ക്വയർ നെക്കാണ് വരുന്നത്. അപ്പം നമ്മൾ സ്ക്വയർ നെക്കിൽ ആ ഒരു ഷേപ്പിൽ തന്നെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് 1 ഇഞ്ച് താഴത്തോട്ട് അതേപോലെ തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ട് നമ്മൾ സൈഡും കൂടെ കട്ട് ചെയ്തെടുക്കുക. മേളിൽ നമ്മളൊരു 1/4 ഇഞ്ച് മേലെ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ക്യാൻവാസിൻ്റെ കറക്റ്റ് നമുക്ക് കഴുത്തിറക്കം എത്ര വേണോ അത്രയും തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത്. ഈ ഒരു ഷീറ്റിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പം നല്ല പെർഫെക്ഷൻ ഉണ്ടാവും കേട്ടോ. നമുക്ക് ഡ്രസ്സിന് കാണാൻ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടാവും. നമ്മളെപ്പോഴും പണ്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ലൈനിങ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുക്കുന്നതായിരുന്നു. അപ്പോൾ അത്രയും പെർഫെക്ഷൻ തോന്നിയിട്ടില്ല. ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ്ങിലോട്ട് വന്നപ്പോഴാണ് നമ്മുടെ സ്റ്റിച്ചിങ്ങിന് തന്നെ നല്ലൊരു നീറ്റ്നെസ്സൊക്കെ വരാൻ തുടങ്ങിയത്. നമ്മൾ എന്നിട്ട് ഈ ഒരു ഫാബ്രിക്കിൻ്റെ അങ്ങനെ ഈ ഒരു പേപ്പറിനെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ആ ഒരു ഷേപ്പിലോട്ട് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് ആദ്യം മാർക്ക് ചെയ്ത ഷേപ്പ് കട്ട് ചെയ്ത് ആ ഒരു പേപ്പർ നമ്മൾ മാറ്റുന്നുണ്ട്. മേളിലോട്ട് മൊത്തത്തിൽ കട്ട് ചെയ്ത് കളയാതെ ആ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോർഷൻ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മുടെ കഴുത്ത് നമ്മൾ ഈ ഒരു പേപ്പർ ക്ലോത്തിൽ വെച്ച് പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും മലന്നിട്ടിരിക്കും. ഈ ഒരു അളവ് കറക്റ്റിൽ വെച്ചിട്ടാണ് ആ ഒരു പേപ്പർ കട്ട് ചെയ്യാതെ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു നമ്മളെടുത്തിട്ടുള്ള ആ ഒരു കഴുത്തകലം മാറിപ്പോവില്ല കേട്ടോ. എപ്പോഴും ഇങ്ങനെ വേണം പേപ്പർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുക്കാൻ. നമ്മളുള്ള പോർഷൻ കളയരുത്. അതിന് ശേഷം നമ്മളിത് ഈ ഒരു ഒരു പീസ് ക്ലോത്ത് എടുത്തിട്ട് അതിലിട്ട് നമ്മുടെ ഈ ഒരു പേപ്പർ വെച്ച് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. നേരെ വെച്ച് അങ്ങോട്ട് തേച്ചെടുക്കരുത്. ഫുൾ അങ്ങോട്ട് വലിച്ചൊക്കെ തേച്ച് കഴിഞ്ഞാൽ പേപ്പർ അങ്ങ് കീറിപ്പോകും. അപ്പം നമ്മൾ പതുക്കെ മെല്ലെ വെച്ച് നല്ല ചൂടിൽ വേണം അത് പേസ്റ്റ് ചെയ്യണം. ആ പശ ആ ക്ലോത്തിലേക്ക് വരുന്നത് വരെ നമ്മളങ്ങനെ വെച്ചിട്ട് തന്നെ ചെയ്യണമേ. എനിക്ക് വോയിസ് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ചിലവ് മൂക്കൊലിപ്പും തുമ്മലൊക്കെ വന്നിട്ടിരിക്കുന്നതുകൊണ്ട് സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതാണ് ഈ വലിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 2 കഴുത്തും ബാക്ക് കഴുത്തും ഫ്രണ്ടിലും ഞാൻ ആ ഒരു പേപ്പറിൽ തന്നെയാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ സ്റ്റിച്ചിങ്ങിലോട്ടാണ്. ഫുള്ള് സ്റ്റിച്ചിങ് വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ എല്ലാം കാണിക്കുന്നുണ്ട്. നമ്മൾ മെയിൻ ഫാബ്രിക്കും ലൈനിങ് ഫാബ്രിക്കും വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആം ഹോൾ തൊട്ട് 2 ആം ഹോളും സൈഡും ഷോൾഡറും ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടിട്ട് നമ്മൾ ആ ഒരു മെയിൻ ഫാബ്രിക്കിൽ എക്സ്ട്രാ വന്നതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ മെയിൻ ഫാബ്രിക് ആ ഒരു നമ്മുടെ ടോപ്പിൻ്റെ സെൻറ്റർ പോർഷൻ കണക്ക് കൂട്ടി ഒരു നോച്ചിട്ടിട്ട് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ആ ഒരു പേപ്പറും കൂടെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേണം സെൻറ്ററിലുള്ള എല്ലാ ഫാബ്രിക്കും കട്ട് ചെയ്തിട്ട് നമ്മൾ ചെറിയ നോച്ചസ് എല്ലാം ഇട്ടിട്ടുണ്ട്. ആ കോർണറിലൊക്കെ ഒരു നോച്ചസ് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ആ പേപ്പർ പാറ്റേൺ വെച്ച് സ്റ്റിച്ച് ചെയ്ത ഫാബ്രിക്കിൻ്റെ മേലെ കൂടെ ഒരു പതിച്ചടിയും കൂടെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ നെക്ക് ഫിനിഷിംഗ് ആയേ. ഇനിയിപ്പോൾ നമ്മളൊരു ഹെമ്മിങ് ചെയ്താണ് നമ്മുടെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ബാക്ക് നെക്കും അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിനിങ് ആണ് ചെയ്യുന്നത്. ഷോൾഡർ ജോയിനിങ്ങിനായിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ നെക്കിനെ ആ ഒരു ക്യാൻവാസ് പേപ്പർ ഇട്ട് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ക്ലോത്തുമായിട്ട് നല്ല നീറ്റായിട്ട് പിടിച്ചതിന് ശേഷം ബാക്ക് പോർഷനിലുള്ള ആ ഒരു പേപ്പർ പാറ്റേൺ വെച്ചിരിക്കുന്ന ആ ക്ലോത്തിനെ നമ്മുടെ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ ആ മടക്കി വെച്ചതിലോട്ട് കടത്തി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഞാനിപ്പോൾ കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഷോൾഡറിൽ എത്ര നമ്മൾ ആ ഒരു അരയിഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നതിലോട്ട് അടിച്ച് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഷോൾഡർ ജോയിനിങ് ഇവിടെ കഴിയുവേ. ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഷോൾഡർ നല്ല നീറ്റായിരിക്കുവേ. അവിടുത്തെ ആ ഒരു മാർക്ക് നമ്മുടെ അവിടെ നമ്മൾ നേരെ പിടിച്ചടിക്കുമ്പോഴത്തേക്കും എപ്പോഴും ക്ലോത്ത് നേരെ പുറത്ത് കാണാൻ പറ്റും. ഇതിപ്പം നല്ല നീറ്റായിട്ട് തന്നെ കാണാൻ പറ്റുവേ. ഇപ്പം നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഷോൾഡർ അതേ ഇങ്ങനെ ഇരിക്കും. നമുക്ക് നല്ല നീറ്റായിരിക്കും. തുറന്നു വന്നാലും നമ്മുടെ ആ ഒരു ജോയിനിങ് എവിടെയാണെന്ന് മനസ്സിലാവില്ല കേട്ടോ. നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അത് 2 സൈഡും
ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിനി സ്ലീവ് കട്ട് ചെയ്തത് ലൈനിങ്ങും മെയിൻ ക്ലോത്തും വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു പീസ് ക്ലോത്ത് വെച്ചിട്ട് ഒരു പടി പോലെയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്ലോത്ത് കറക്റ്റായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കസ്റ്റമറിന് അവിടെ ഒരു പടി പോലെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അല്ലെങ്കിൽ അവിടെ ഒരു ചുരുങ്ങി പോകുന്നെന്നോ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഒരു പടിയും കൂടെ വെച്ചിട്ടുണ്ട്. നമ്മളതിന് ശേഷം ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം സൈഡ് ജോയിൻ ചെയ്തിട്ടുണ്ട്. സൈഡ് ജോയിനിങ്ങിൽ നമ്മൾ ആ ഒരു വേസ്റ്റിൻ്റെ അവിടെ വന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയതിന് ശേഷം മെയിൻ ഫാബ്രിക്കിനും വേറെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, ലൈനിങ് ഫാബ്രിക്കും വേറെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ആ സ്റ്റിച്ചിങ് കഴിഞ്ഞ് കാണാൻ പറ്റുമേ. അല്ലെങ്കിൽ ഇത് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കൂടെ കൂടിക്കിടക്കും. ഇതാകുമ്പോൾ നല്ല നീറ്റിലും ഫിനിഷിങ്ങിലും കിട്ടുമേ. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതേ സൈഡ് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഒരു കുഴപ്പമില്ലാതെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. വേസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് ഒരു കുറച്ച് താഴെ വന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയതിന് ശേഷം മെയിൻ ഫാബ്രിക് എടുത്താണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അങ്ങനെ മൊത്തം സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഫിനിഷിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ടോപ്പിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ആ ഒരു പടി കൊടുത്തിരിക്കുന്നത് ആ ഒരു ടോപ്പിന് ഇച്ചിരി ഭംഗിയും കൂടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ടോപ്പിൻ്റെ 2 കഴുത്ത് ഹെമ്മിങ്ങും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു A-ലൈൻ ഡ്രസ്സാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് കമൻറ്റിലൂടെ പറയണം. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോണേ.